ഹായ് ഞാൻ ദീപ, വെൽക്കം ബാക്ക്. ഇന്ന് ജൂൺ 1 അപ്പോൾ സ്കൂൾ തുറക്കാൻ ഇനി 2 ദിവസം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ജൂൺ 3 തന്നെയാണോ തുറക്കുന്നത്, അതോ അതിന് മുന്നേ തുറന്നോ? ഇവിടെ കുറേ സ്കൂളുകളൊക്കെ നേരത്തെ തുറന്നു എന്ന് കേട്ടു. അപ്പോൾ പയ്യെ ഉന്മേഷം വെച്ച് തുടങ്ങണം. ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. കുറേയൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പൊതിയുന്നതും കൂടെ മിച്ചമുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അന്ന ഇപ്പോൾ 10th, ആനി ഇനി 3rd. അപ്പോൾ അന്നയുടെ ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് കഴിഞ്ഞൊരു 3-4 ആഴ്ചയായിട്ട് രാവിലെ 7:30 തൊട്ട് 10:30 വരെയാണ് ക്ലാസ്. എനിക്കൊന്ന് ചൂടിൻ്റെ ഇത് പറഞ്ഞിട്ടാണ് ഈ അതിരാവിലെ ക്ലാസ് വെച്ചത്. പക്ഷേ അവർക്ക് ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് നല്ല മഴയാണ്. അപ്പോൾ ഫുൾ നനഞ്ഞാണ് പോക്കും വരവൊക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ബാക്ക് ടു സ്കൂൾ ആയി കഴിഞ്ഞു കേട്ടോ. പക്ഷെ അന്ന സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും അവർക്ക് ലഞ്ച് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അപ്പം നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡി ആവണം എന്നുള്ളതാണ്. അപ്പം അതിന് ഇനി ഒരു മോർണിംഗ് റൂട്ടീനൊക്കെ സെറ്റപ്പ് ചെയ്യണം. നേരത്തെ അലാറമൊക്കെ വെച്ച് കുറച്ചും കൂടെ നേരത്തെ എണീക്കണം. ഞാനിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഒരു 6 മണിക്കൊക്കെയാണ് എണീക്കുന്നത്. അപ്പോൾ ഒരു 5:30-എങ്കിലും എണീക്കണം, നേരത്തെ കിടക്കണം. പിന്നെ നേരത്തെയൊക്കെ ഉള്ള പോലത്തെ മീൽ പ്രിപ്പറേഷനൊക്കെ വളരെ വിപുലമായ രീതിയിൽ ഞാൻ മീൽ പ്രിപ്പിനെ പറ്റിയൊക്കെ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മീൽ പ്രിപ്പും അല്ലാണ്ടുള്ള പ്ലാനിങ്ങും എല്ലാം റെഡി ആക്കണം. അപ്പം അതാണ് അടുത്ത ഒരു മോട്ടോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പുതിയ പ്ലാനറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ പഴയ പ്ലാനറെല്ലാം തീർന്നു കറക്റ്റ്. അപ്പം ജൂൺ 1 തൊട്ട് പുതിയ പ്ലാനറിൽ പണികളൊക്കെ ആരംഭിക്കുകയാണ്. പ്ലാനിങ്ങും മീൽ പ്രിപ്പും ഒക്കെ ഓൾറെഡി റണ്ണിങ് ആണ്. വെക്കേഷൻ ടൈമിലും റണ്ണിങ് ആണെങ്കിലും ആത്മാർത്ഥമായിട്ടല്ല. കാരണം നമുക്കിപ്പം വെക്കേഷൻ ആയതുകൊണ്ട് രാവിലെ എപ്പോഴെങ്കിലും എണീറ്റ് ഇപ്പോൾ ഒരു 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഉച്ചയ്ക്കത്തെ ഊണ് നമ്മൾ ചിലപ്പോൾ ഒരു 2 മണി 3 മണി വരെയൊക്കെ ചിലപ്പോൾ സ്കിപ്പായി പോകാറുണ്ട്. കാരണം ഞാൻ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ പോയിട്ട് വന്നിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്, നമ്മുടെ സൗകര്യം പോലെ. പക്ഷെ സ്കൂൾ തുറക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. കൃത്യം സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. അപ്പം അതാണ് ഒന്ന് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പം അതാണ് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതിപ്പോൾ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും അല്ലെങ്കിൽ ഒരു മോർണിംഗ് റൂട്ടീനൊക്കെ സെറ്റ് ചെയ്താലും നമ്മുടെ വർക്ക് ഏരിയ ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളൊന്നും അത്ര സ്മൂത്ത് ആയിരിക്കത്തില്ല. കാരണം രാവിലെ അടുക്കളയിലോട്ട് കയറി ചെല്ലുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന വർക്ക് ഏരിയ ആണെങ്കിൽ നമുക്ക് ചെയ്യാനൊരു എനർജിയാണ്. പട്ട കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അതേസമയം നേരെ തിരിച്ചാണ്, രാവിലെ വന്നിട്ട് ഒരു 2 പാത്രമെങ്കിലും കഴുകാനുണ്ടെങ്കിൽ നമ്മുടെ മൂഡ് പോയി എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇനി വെക്കേഷൻ ആകുമ്പോൾ ചില സമയത്തൊക്കെ എനിക്ക് വയ്യാതെ വരുമ്പോൾ ഞാൻ വൈകിട്ട് അങ്ങനെ തന്നെ ഇട്ടേച്ചങ്ങ് പോകും. പക്ഷേ സ്കൂളുള്ള ദിവസം അത് നടക്കത്തില്ലല്ലോ. അപ്പോൾ ഒരു ടൈം സെറ്റ് ചെയ്ത് എല്ലാവരെയും നേരത്തെ കഴിച്ചിട്ട് പാത്രമെല്ലാം കഴുകി അടുപ്പും പാത്രം എല്ലാം ക്ലീൻ ആക്കിയിട്ട് കിടക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ അത് ആ ഒരു റിതമിലേക്ക് കിടക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വീടും അതുപോലെ തന്നെ കിച്ചണും എല്ലാം ഒന്ന് ഡീക്ലട്ടറൊക്കെ ചെയ്ത്, അത്യാവശ്യം ഭയങ്കരമായിട്ടല്ല എങ്കിലും അത്യാവശ്യം ഡീക്ലട്ടറിങ് ഒക്കെ ചെയ്ത്, പ്രത്യേകിച്ചും കിച്ചൺ ഡീക്ലട്ടർ ചെയ്ത് നല്ല ക്ലീൻ ആക്കി വെക്കുവാണെങ്കിൽ പിന്നെ തുടരെയുള്ള ദിവസങ്ങളിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകും. ഇനി അടുത്തെന്ന് പറയുന്നത് ബുക്ക് പൊതിയലാണ്. അതിൻ്റെ ഒരു ഘട്ടം ബിജുവും പിള്ളേരും കൂടെ കഴിഞ്ഞ ആഴ്ച തീർത്തിട്ടുണ്ടായിരുന്നു, ടെക്സ്റ്റ് ബുക്കൊക്കെ. നോട്ട് പക്ഷേ ആനിക്കുള്ളത് ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ ഇങ്ങനെ വാങ്ങിക്കാമെന്ന് കരുതുന്നതല്ലാതെ ഈ മഴ കാരണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുകയോ ചെയ്തത്. കാരണം ഞാൻ പോയിട്ട് വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ ബുക്കെല്ലാം നനഞ്ഞൊരു പരുവാവും. അപ്പം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ 2-3 ദിവസം മുന്നെയാണ് കിട്ടിയത്. ഇനി അതെല്ലാം പൊതിയാനുണ്ട്, പിന്നെ അതിലൊക്കെ പേര് എഴുതാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അന്നയുടേത് അന്ന ഉത്തരവാദിത്വം എടുത്ത് ചെയ്തോളും. പക്ഷെ ആനിക്ക് നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ. അവളെ കൊണ്ട് മാക്സിമം ചെയ്യിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ശരിയാവുന്നില്ല. കുറച്ചും കൂടെ അവൾ വളരാനുണ്ടെന്ന് തോന്നുന്നു. ബാക്ക് ടു സ്കൂൾ പർച്ചേസസ് ഒക്കെ നമ്മൾ വളരെ മിനിമലായിട്ടേ ചെയ്യാറുള്ളൂ. എല്ലാ വർഷവും പുതിയ ബാഗ്, പുതിയ കുട, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നും നമുക്കില്ല. നമ്മുടെ ബാഗൊക്കെ ഒരു 3-4 വർഷം യൂസ് ചെയ്തിട്ട് അതിൻ്റെ അടപ്പിളക്കിയിട്ട് മാത്രമേ നമ്മൾ പുതിയ ബാഗിലോട്ടൊക്കെ പോകാറുള്ളൂ. പിള്ളേർക്കും അങ്ങനെ വലിയ നിർബന്ധം പിടിച്ച പിള്ളേരൊന്നുമല്ല. പിന്നെ നമുക്ക് സ്ഥിരം എല്ലാ വർഷവും യൂസ് ആവുന്നത് അല്ലെങ്കിൽ വേണ്ടി വരുന്നത് ഷൂസും റെയിൻകോട്ടുമാണ്. റെയിൻകോട്ട് നമ്മൾ അത്ര കണ്ട് സൂക്ഷിക്കാത്തത് കൊണ്ട് റെയിൻകോട്ട് മിക്കവാറും കീറിപ്പോവും. പിന്നെ ഷൂസ് പിള്ളേർ വലുതാവുന്നതുകൊണ്ട് ഷൂസ് നമുക്ക് വേറെ വേണ്ടി വരുമല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ ഈ സ്റ്റേഷനറി ഐറ്റംസ് ഇവർ ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ സ്റ്റോക്കിൻ്റെ പുറത്ത് സ്റ്റോക്കുണ്ട്.
എപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഈ സ്റ്റേഷനറി ഏരിയയിൽ കടന്ന് കറങ്ങി ഈ എന്നെപ്പോലെ തന്നെ ആക്രാന്തം പിടിച്ച പിള്ളേരായതുകൊണ്ട് ഒരു കിൻഡൽ സാധനമായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് സ്കൂൾ തുറക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുതിയ സെറ്റ് സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ആനീനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇന്നിപ്പം അവളെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നു, അവളൊരു പെൻസിൽ പൗച്ച് കണ്ടു വാങ്ങിച്ചു എന്ന് വെച്ചോ, പിറ്റേന്ന് നമ്മൾ എവിടെയെങ്കിലും പോവാണ്, അവിടെയും പെൻസിൽ പൗച്ച് കണ്ടോ അവിടെ നിന്നും അവൾ വാങ്ങിക്കും. അതാണ് ആള്. വാങ്ങിച്ചില്ലെങ്കിൽ അതൊരു പണിയാണ്. അങ്ങനെ ഇവിടെ പെൻസിൽ പൗച്ചിന്റെ ഒരു ശേഖരം തന്നെയുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്തവണ പിള്ളേരെ ഒന്നും എങ്ങോട്ടും ഇറക്കിയില്ല. ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു വഴിക്ക് പോകും. അപ്പം ഇടയ്ക്ക് ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ എവിടെ നിന്നാണ് ഈ സ്റ്റേഷനറി സപ്ലൈസ് ഒക്കെ സാധാരണ മേടിക്കുന്നത്. സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പം, അതായത് ലുലു അല്ലെങ്കിൽ MOTയിൽ പോകുമ്പം അവിടുത്തെ സ്റ്റേഷനറി ഇവിടെ നിന്നാണ് പിള്ളേർ ഇത് വാങ്ങിക്കുന്നത്. അല്ല, സ്റ്റേഷനറി എന്ന് പറഞ്ഞ് നമ്മൾ പോയി തൊട്ട് പിടിച്ച് അങ്ങനെ വാങ്ങിക്കുന്നത് കൂടുതലും നമ്മൾ പ്രീമിയർ എന്ന് പറയുന്ന ഷോപ്പിലാണ്. ആയുർവേദ കോളേജ് ജംഗ്ഷനിലുള്ള പ്രീമിയർ ഓഫീസ് എക്യുപ്മെന്റ്സോ അങ്ങനെ എന്തോ ഒരു പ്രീമിയറിന്റെ ഷോപ്പിലാണ്. നല്ല ഒത്തിരി സാധനങ്ങളുണ്ട്. അവർ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത്. ഒത്തിരി സാധനങ്ങളുണ്ട്. കൂടുതലും ഈ ആർട്ടും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പം നമ്മൾ സ്ഥിരം പിള്ളേരുമായിട്ട് അന്നയ്ക്കൊക്കെ ചില സമയത്ത് ഇന്നത് വേണം എന്ന് പറഞ്ഞ് ഞാനും അന്നയും കൂടെ എപ്പോഴും മറ്റേ മദർ ഡോട്ടർ ഡേറ്റ് എന്ന് പറഞ്ഞ് പോകുന്നത് അവിടാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു 1500 കുറഞ്ഞ സാധനം അവൾ വാങ്ങിച്ചിരിക്കും. അപ്പോൾ അവൾക്ക് ഇങ്ക് പേനൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഏരിയ കടന്ന് കറക്കം കുറച്ച് കൂടുതലുണ്ട്. അപ്പം അല്ലാണ്ട് നമ്മൾ എസെൻഷ്യൽസ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. സ്കൂൾ സപ്ലൈസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു സെക്ഷൻ നമ്മൾ നോർമലി അങ്ങനെ വാങ്ങിക്കാറില്ല. സ്കൂള് തുറക്കുന്നു എന്നുള്ളത് കൊണ്ട് എനിക്കാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ്. ഒന്ന്, പിള്ളേർ വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് ഒരു കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. എൻ്റെ തയ്യൽ തന്നെ ഞാൻ വളരെ വളരെ ഓൾറെഡി ലിമിറ്റഡ് ആണ്, അതിലും ലിമിറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അതെല്ലാം മാറിയിട്ട് നമുക്ക് കുറച്ച് അടുക്കും ചിട്ടയൊക്കെ വരും. മെയിനായിട്ടും രാവിലെ ഇവർ പോകുമ്പോൾ 8:30 ആകുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആവുന്നതുകൊണ്ട് തന്നെ അടുക്കളയിലെ പണി അങ്ങ് ക്ലോസ് ചെയ്യുമല്ലോ. പിന്നെ എനിക്ക് എൻ്റെ ജോലി നോക്കിയാൽ മതി. മറ്റത് അങ്ങനെയല്ല, നമുക്ക് സമയം ഒത്തിരി കിടക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ അലന്ന് കുലുന്നായിരിക്കും ജോലി ചെയ്യുന്നത്. അത് ഇങ്ങനെ നീണ്ടു നിവർന്ന് അങ്ങ് കിടക്കും അടുക്കളയിലെ പണി. അപ്പോൾ അത് തീർന്നാലല്ലേ നമുക്ക് ഇവിടെ വന്നിരുന്ന് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇവർ സ്കൂളിൽ പോകുമ്പം കൃത്യം ഇവർ പോയി കഴിഞ്ഞാൽ 1/2 മണിക്കൂറിനകത്ത് കുളിച്ച് റെഡിയായി എനിക്ക് എൻ്റെ പണിയിലേക്ക് കടക്കാം, എൻ്റെ വർക്കിലേക്ക് അല്ലെങ്കിൽ വർക്ക് ഏരിയയിൽ വന്നിരിക്കാം. നമ്മുടെ തയ്യലും കാര്യങ്ങളും ഒക്കെ സ്മൂത്തായിട്ട് പോകും. പിന്നെ ഇവർ 3 മണിക്ക് വരുന്ന ആ ഒരു സമയം വരെ നമ്മൾ ഫ്രീ ആണ്. വീഡിയോസ് എടുക്കാം, സ്ക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ബാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് മൊത്തത്തിൽ എനിക്ക് കിട്ടുവാണ്. അല്ലെങ്കിൽ ഞാൻ ഓരോ പ്രാവശ്യം വീഡിയോ എടുക്കാൻ നേരത്ത് ഇവരോട് മിണ്ടാതിരിക്കുക, സൗണ്ട് ഉണ്ടാക്കരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒരു റൂട്ടീൻ നമുക്ക് സെറ്റ് ചെയ്താൽ അവർ സ്കൂളിൽ പോകുന്നിടത്തോളം ഓക്കെ ആയിരിക്കും. പിന്നെ ശനി ഞായറേ ഞാൻ ഉഴപ്പത്തുള്ളൂ. അപ്പം സ്കൂൾ തുറക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അത് സംഭവിക്കാൻ പോവാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞത് ഒരു നല്ല വശമാണെങ്കിൽ അതിന്റെ ഭീകരവശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആനീനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ മെയിനായിട്ടും ഹിന്ദിയും മലയാളവും എൻ്റെ ഒരു വലിയ നൈറ്റ് മെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷവും ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഇത് കൊറോണ ബാച്ചാണ്. അതിൻ്റെ അക്ഷരങ്ങളൊക്കെ പഠിച്ചെങ്കിലും ഇതിൻ്റെ പ്രയോഗങ്ങളൊന്നും അവർക്ക് കൃത്യമായിട്ട് ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത്, അല്ലെങ്കിൽ എല്ലാ അമ്മമാരും പറഞ്ഞു കൊടുത്ത് അറിവാണ് ഈ കൊറോണ ബാച്ചുകാർക്കുള്ളത്. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം എന്ന് കരുതി ഈ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായ പ്ലാനിങ്ങും കാര്യമൊക്കെ ആയിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പം ഇനി ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇനി സ്കൂൾ തുറന്ന് ആദ്യത്തെ ലെസൺ തൊട്ട് കൃത്യമായിട്ട് പഠിപ്പിക്കണം. അതായത് വേറെ ഒരു വിഷയം പഠിപ്പിച്ചില്ലെങ്കിൽ ഇത് പഠിപ്പിക്കണമെന്നുള്ളൊരു ചിന്തയൊക്കെയാണ്. പക്ഷെ അത് നടക്കുമോയെന്ന് അറിയത്തില്ല. എനിക്കും പേടിയാണ്, അവൾക്കും പേടിയാണ്. പിന്നെ അവളിപ്പം ഈ വെക്കേഷൻ ടൈമിൽ വേറെ ആക്ടിവിറ്റീസ് നമുക്ക് പുറത്തു വിടാനൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ തന്നെ നോർമലി എല്ലാ വെക്കേഷനും ഇവർ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ വെക്കേഷൻ ക്ലാസ്സിനൊന്നും വിടുന്ന പതിവൊന്നുമില്ല. അപ്പോൾ വീട്ടിലിരുന്നപ്പോൾ കുറച്ചും കൂടെ ഈ ഗെയിമിങ് അഡിക്ട്സ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഫുൾ ടൈം രാവിലെ അങ്ങോട്ട് എണീറ്റ് വരുന്നു, പല്ല് തേക്കുന്നു, നേരെ പോയി ലാപ്പിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. അല്ലെങ്കിൽ ലാപ്പ് കുറച്ചു നേരം നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിന്റെ പുറത്തിരിക്കുന്നു. അങ്ങനെ നമുക്കും നമ്മളുടേതായ പ്രയോറിറ്റീസ് വരുമ്പോൾ നമുക്ക് പിള്ളേരുടെ പുറകെ നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം പിള്ളേർക്ക് ഇതങ്ങ് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ മാത്രമല്ല, മിക്കവാറും അങ്ങനെ നോക്കാൻ പറ്റാത്ത എല്ലാ വീടുകളിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ സംസാരിക്കുമ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഒരു സ്ഥിരം വിഷയം. ഇനി വരുന്ന ജനറേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഇമോഷൻസ് കുറവായിരിക്കും. കൂടുതലും ഈ ഒരു വെർച്വൽ ആയിട്ടുള്ള കമ്പനിയും കാര്യങ്ങളും ഒക്കെ ഉള്ള പിള്ളേരാണ്. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ ഭാവിയിലുണ്ടാവും, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതിൽ നിന്നൊക്കെ കുറച്ചെങ്കിലും ഒന്ന് മാറ്റാൻ ശ്രമിക്കണം. അങ്ങനെ കുറേ അധികം നമുക്ക് ചെയ്യാനായിട്ട് ഒത്തിരി അധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ കരിയർ നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, പിള്ളേരുടെ ഭാവിനെ പറ്റി ആലോചിക്കണം. ഇങ്ങനെ എല്ലാം കൂടെ ചിന്തിക്കാനാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വട്ടുപിടിക്കും.
പക്ഷേ അക്കാഡമിക് ഇയറിൽ ഞാൻ മുന്നോട്ട് കാണുന്നൊരു സംഭവം ഈ പഠിപ്പിക്കൽ എന്ന് പറയുന്ന സാധനമാണ്. അതിപ്പോൾ നമുക്ക് അന്ന ഇപ്പോൾ 10th-ലാണ്. അന്നേനെ പക്ഷേ പഠിപ്പിക്കാനായിട്ട് ഞാൻ ഇരിക്കേണ്ട ആവശ്യമില്ല, അവൾ തന്നെ പഠിച്ചോളും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ അവളെ അങ്ങ് വിട്ടേക്കുവാണ്. കാരണം ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ട് പറഞ്ഞ് ഇനി അവൾക്ക് ടെൻഷൻ ആവണ്ട. അല്ലെങ്കിൽ 10ാം ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി, കാരണം ഇത്രയും നാളുകൾ തന്നെ പഠിച്ചു, 10ആകുമ്പോഴത്തേക്ക് ഞാൻ കയറി പഠിപ്പിച്ച് അവളെ ടെൻഷൻ ആക്കണ്ടല്ലോ, അവൾ അവളുടെ വഴിക്ക് പോട്ടെ. പിന്നെ അങ്ങനെ ഒരു ടെൻഷനൊന്നും എനിക്കില്ല. എങ്ങനെയായാലും പോകട്ടെ, നമുക്ക് +1 ഒരു അഡ്മിഷൻ കിട്ടുക, അത്രേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. അപ്പോൾ അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവള് അങ്ങനെ മാക്സിമം അവളെ കൂളാക്കി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ആനീനെ പക്ഷേ നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ, കാരണം അവൾ സ്വന്തമായിട്ട് പോയി പഠിക്കത്തും കാര്യത്തൊന്നുമില്ല. അപ്പോൾ അതിന് നമ്മൾ എഫേർട്ട് ഇട്ടേ പറ്റൂ, അല്ലെങ്കിൽ അവളുടെ ടീച്ചറിൻ്റെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അടുത്ത അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും പയ്യെ ഞാനും ബാക്ക് ടു ട്രാക്ക് ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ പറ്റും എന്ന് കരുതുന്നു. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. പ്ലാനിങ്ങും മീൽ പ്രിപ്പും എല്ലാം ഒന്ന് സെറ്റാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും ഒരു പ്ലാൻ സെറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം, അല്ലെങ്കിൽ കുറച്ച് ടൈം മാറ്റി വെച്ച് നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാനായിട്ട് ഒരു ചിന്ത എങ്കിലും മനസ്സിൽ ഉണ്ടാക്കി കാണും എന്ന് ഞാൻ കരുതുന്നു, പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.